നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ് ചെയ്യുക. ഇതിൻ്റെ പേര് വലിയ അടിപൊളി അക്കൗണ്ട് ഒന്നല്ല, 21 ലെവൽ റാങ്കൊക്കെ ഇനി പുഷ് ചെയ്യാൻ തുടങ്ങണം. ഇതൊന്ന് അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾ കാണുന്നുണ്ട്. UID ഉണ്ട്. റോഷാനിയാണ്. എനിക്ക് അധികം ഫ്രണ്ട്സൊന്നുമില്ല, കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ അക്കൗണ്ടിൽ കയറി ഫ്രണ്ട്സും ആവുക. ലൈക്കൊക്കെ കുറവാണ്. എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. കാരണം എനിക്ക് എൻ്റെ അക്കൗണ്ട് ഒന്ന് എനിക്ക് പൊളിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്പോൾ ആദ്യം തന്നെയാണ് ഇവനെ ഒന്ന് മാറ്റട്ടെ. അപ്പോൾ നമുക്കെന്തായാലും ഞാനെപ്പോഴും ഇടുന്ന ആളെന്ന് വെച്ചാൽ തച്ചുയാണ്. അപ്പോൾ ഞാൻ തച്ചുവിനെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലാഷ് കോഡാണ്. എന്നാൽ പിന്നെ ഇനി ക്ലാഷ് കോഡ് തുടങ്ങിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ക്ലാഷ് കോഡ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ക്ലാഷ് കോഡ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഗൈസ് ക്ലാഷ് കോഡ് അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ ഈ ക്ലാഷ് കോഡ് എങ്ങനെയാണ്, ഞാൻ അടിപൊളി കളിയൊന്നുമല്ല കേട്ടോ. എനിക്ക് അധികം ഹെഡൊന്നും അടിക്കാൻ അറിയില്ല. പിന്നെ സെൻസിറ്റിവിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ക്ലാഷ് കോഡ് എനിക്ക് ഞാൻ ട്രെയിനിങ് ഗ്രൗണ്ട് പോകും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വലിയ രീതിക്ക് ഹെഡൊന്നും എനിക്ക് അങ്ങനെ അടിക്കാൻ അറിയില്ല. ഉൾപ്പെക്കടെ വെച്ചൊന്ന് ചെറുതായിട്ട് അടിക്കാൻ അത്രയേ ഉള്ളൂ. രണ്ട് വലിയ രീതിയിലൊന്നും എനിക്ക് അടിക്കാൻ അറിയില്ല. നിങ്ങളെന്നെ കളിയാക്കരുത്. കമൻറ്റ് ബോക്സ് ഞാൻ എന്തായാലും ഓണാക്കുന്നില്ല. കാരണം ഫുള്ള് ന്യൂബ് എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റ് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ ഞാൻ ന്യൂബ് തന്നെയാണ്. എന്താക്കാൻ ഞാൻ ന്യൂബ്. എനിക്ക് നല്ലൊരു കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. അതുകൊണ്ട് പാടി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നോക്ക് നമ്മൾ നോക്കായിട്ടുണ്ട്. ഗൈസ് നമ്മളായോ പൊന്തിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഓരോ ടാങ്കൊക്കെ പറയാം. പറഞ്ഞ ടാങ്ക് പറയുന്നില്ല. നമ്മളങ്ങനെ പൊങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ ഇട്ടുണ്ട്. അവിടെ പോരാൻ മടിയാണ് ഇപ്പം. എവിടെ നോക്കിയോ അടി നടക്കുന്നുണ്ട്. എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അമ്മ പൊരിഞ്ഞടിയാണ് വിസിറ്ററായി തോന്നുന്നു. വിസിറ്ററായി. നമുക്ക് ഈ ഗണ്ണ് വെച്ച് ഇത്തിരി കൂടെ അടിപൊളി ഗണ്ണ് വെച്ച് എടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടെ നല്ലോണം കളിക്കാൻ പറ്റും. വെച്ചിട്ടുണ്ട് വീഡിയോ റെക്കോർഡ്. അയ്യോ ഗൈസ് അങ്ങനെ അറിയാണ്ട് നമ്മളിങ്ങനെ കളിച്ച് വന്നപ്പോൾ നെറ്റ് പോയി ഗൈസ്. അങ്ങനെ ഒരു 2 റൗണ്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്രാവശ്യം എന്തായാലും റിവെഞ്ച് എടുത്തേ പറ്റൂ ഗൈസ്. കാരണം ഇപ്രാവശ്യം നമ്മൾ റിവെഞ്ച് എടുത്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലൊരു ഗണ്ണെടുക്കാം. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ വേണ്ട, ആദ്യം തന്നെ നമുക്ക് നമ്മളെ കസ്റ്റം കളിച്ചെടുക്കാം. എന്നിട്ട് നൈസായിട്ട് നമ്മളെ അടിപൊളി ഗൺ സ്കിന്നുള്ള ഗണ്ണെടുക്കാം. ഇതൊക്കെ എങ്ങനെയുണ്ട് ഗൈസ് ഈ ഗൺ സ്കിൻ? ഇത് ന്യൂബ് ഗൺ സ്കിന്നാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരുപാട് കളറിലുണ്ട്. എൻ്റെ പണ്ടത്തെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, APP ശാന്തിരൂപം എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് അക്കൗണ്ട് ആയിരുന്നു. പക്ഷെ ഉണ്ടാക്കാനാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന രീതി അടിച്ചു പോയി ഗൈസ്. ഹാക്കർ കൊണ്ടുപോയി. ഇവിടെ എനിമിയുണ്ട്. അടി അങ്ങനെ നമ്മൾ കളിച്ച് നമ്മളങ്ങനെ പൊട്ടിയിട്ടുണ്ട്. എത്രയോ എടുത്തുണ്ട്, എത്രയില്ലെന്ന് പറഞ്ഞുപോയി. അപ്പത്തെ ടീമാണ്. ഒരു 3 റൗണ്ട് എടുത്ത് ഗൈസ്. ഇനി നമ്മളെന്ത് ചെയ്യും മല്ലയാർ എനിക്കറിയില്ല.
closes a door, നല്ല പവർഫുൾ you ആയിട്ടുള്ള just bust that door ഗണ്ണാണ് നമ്മൾ back ഇപ്രാവശ്യം open. എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളെ ഈ ഏറ്റൊക്കെ ഫുള്ളാക്കുന്നുണ്ട്, കാരണം എപ്പോഴാണ് പണി കിട്ടാൻ പറയുമ്പോൾ ഗ്രനേഡ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈപ്പി ഫുള്ളാക്കാന്ന് വെച്ചു. ഇനി വേണ്ട, നമ്മൾ പറക്കുന്ന ഷൂ എടുത്ത് AW എടുക്കുന്നുണ്ട്. ശരി, അടച്ചോ വെച്ചോ. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മുട്ടായി കൊണ്ടിട്ടാണ്. നമ്മൾ അക്ഷയ് വി ബാഡ്ജൊക്കെ എടുത്ത് നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ കയറി കളിക്കാൻ വേണ്ടി പോവാണ്. ആരോ ഒരാൾ നോക്കടിച്ചിട്ടുണ്ട്. നമുക്ക് ഓനെ പോയിട്ടൊന്ന് രക്ഷിക്കാം. നോക്കിട്ട് കില്ല് കൺഫേം ആക്കാം. നമ്മൾ വിജയകരമായി പൊട്ടിയിട്ടുണ്ട്. ഞാൻ ട്രെയിനിങ് ഗ്രൗണ്ട് പോയിട്ട് കാണിച്ചു തരാം. ഇനി എന്തായാലും എൻ്റെ കുറച്ച് കളി ഉണ്ടാക്കെ പോയി കണ്ടിരിക്കുക. പോയി കണ്ടിട്ട് വാ നിങ്ങൾ. ഞാൻ കളിച്ചു കൊണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. അയ്യോ സോറി, ഇത് നമ്മളിപ്പോൾ കളിച്ചത് തന്നെയല്ലേ, ഇതല്ല. ആൽബത്തിലുണ്ടാവും. Free Fire India is set in a virtual world and is not. ധൈര്യം ഉണ്ട് പൈസ വെയിറ്റ്. Stay tight. Follow the light. എൻ്റെ ഇതൊന്നുണ്ട് സ്കേറ്റിംഗ് ബോർഡ്. ഒന്ന് സ്പീഡിൽ പോകാൻ നോക്കിയാണ്. മുമ്പ് കാണുന്ന സ്ഥലത്ത് എനിമി ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഉണ്ട് ഉണ്ട് എനിമി മോളുണ്ട്. നമ്മൾ നോക്കായി പോയി. ഞാൻ കഴിഞ്ഞ കളിയാണ്. ഇനി നിങ്ങൾക്ക് എൻ്റെ ഇപ്പോഴത്തെ കളി കാണിച്ചു തരാം. എൻ്റെ ഇപ്പോഴത്തെ കളി കണ്ടോക്കി എങ്ങനെ ഉണ്ടെന്ന്. കാരണം ഇത് കുറച്ച് സമയം എടുക്കും, അതാണ്. എൻ്റെ ഇപ്പം ഞാൻ കുറച്ച് ഹെഡ്ഷോട്ടൊക്കെ അടിക്കാൻ പഠിച്ചിട്ടുണ്ട് വുഡ് പെക്കർ വെച്ചിട്ടേക്കാം. അപ്പം ഇനി മാമിൻ്റെ കുറച്ച് കളി കാണിച്ചു തരാം. രാവണമാണ്ട. ഞാൻ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഗണ്ണാണ്. ആദ്യം തന്നെ നമ്മൾ ഇതിൽ പോയതിന് ശേഷം വുഡ് പെക്കറും എടുക്കാം, പിന്നെ ഡെസേർട്ടും എടുക്കാം.
ഇതാ 2 കണ്ടിട്ട് നമ്മൾ വുഡ് പെക്കർ കൊണ്ട് ഞാൻ ഫസ്റ്റ് അടിച്ച് കാണിച്ചേക്കാം. അതിന് മുമ്പേ ഞാൻ വലിയ പ്രോ പ്ലെയർ ഒന്നും അല്ലാത്തതുകൊണ്ട് സ്കില്ലാക്കി. പിന്നെ ആൾക്കാരുടെ എണ്ണം കുറച്ച് കൂട്ടിയുണ്ട്. ഫസ്റ്റത്തെ മിസ്, സെക്കൻഡ് ഹെഡ്, തേർഡ് ഹെഡ്. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ സെൻസിറ്റിവിറ്റി ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു ഇത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ഒരു എന്തെന്ന് ഇങ്ങനെ പറയാം, ചാനലൊന്ന് അക്കൗണ്ട് ചെയ്യുക, ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റും ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു സെൻസിറ്റിവിറ്റി അയച്ചു തരുന്നതാണ്. ഇതെനിക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അടിപൊളിയാണ്. വുഡ്പെക്കർ വെച്ച് ഹെഡ് അടിക്കാം ഗൈസ്. ഇനി അടുത്ത എന്തോ വേറെന്തോ സംഭവമാണ്. എന്തായാലും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ അടുത്ത വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം എന്തായിരുന്നു ഇത് ക്ലാഷ് കോഡ് കളിക്കുന്നതും വരും, BR കളിക്കുന്നതും വരും, പിന്നെ റാങ്ക് പുഷേഷനും വരും, പിന്നെ നമ്മൾ ഒരു 1v1 കളിക്കുന്നതും വരും. 1v1 ഞാൻ പ്രോയാണ് സത്യം പറഞ്ഞാൽ. എന്നാൽ ഓക്കെ, ബൈ.